പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ശരണാഗതി ശാസ്ത്രത്തെ സംബന്ധിച്ചാണ്. എന്താണ് ശരണാഗതി? പൂർണ്ണമായിട്ടും നമ്മൾ അർപ്പിക്കുന്നതിലൂടെ, സറണ്ടർ ആകുന്നതിലൂടെ എങ്ങനെയാണ് ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുക എന്നുള്ളത് സ്പിരിച്വാലിറ്റിയിൽ പല സന്ദർഭങ്ങളിലും പലയിടത്തും പറയാറുണ്ട്. അത് പറയുമ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു സ്റ്റോറി പറയാം. ഒരു രാജസദസ്സ് നടക്കുകയാണ്. അതും പണ്ഡിത സദസ്സാണ്. പണ്ഡിതന്മാർ മാത്രം അടങ്ങിയിരിക്കുന്ന സദസ്സാണ്. ഒരു രാജാവിൻ്റെ അധ്യക്ഷതയിലാണ്. രാജാവ് ഇങ്ങനെ പ്രൗഢമായി ഇരിപ്പുണ്ട്. ചുറ്റും നിരവധി രണ്ട് സൈഡിലും പണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യങ്ങളൊക്കെ പറയുക, വിശദീകരിച്ചു കൊടുക്കുക, മറ്റുള്ളവർ അതിന് ചോദ്യങ്ങൾ ചോദിക്കുക, മറുപടി പറയുക. ഇങ്ങനെ ആ ഒരു പണ്ഡിത സദസ്സാണ്. അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഡോറിന് വെളിയിൽ സാധാരണ ഒരു മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടിണി കോലം, മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ആ വെളിയിൽ വന്ന് നിന്ന് ബഹളം ഉണ്ടാക്കുക, അകത്തേക്കൊന്ന് പ്രവേശിക്കണം, അല്ലെ സൈഡിൽ ഞാൻ എവിടെയെങ്കിലും നിന്നോളാം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഭടന്മാർ അനുവദിക്കുന്നില്ല. അയാളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അയാൾ പിന്നെയും കുറച്ച് കഴിയും പിന്നെയും കറങ്ങി തിരിഞ്ഞു വരും. ഇത് രാജാവ് അങ്ങ് ദൂരെ നിന്ന് കണ്ടു. രാജാവ് പറഞ്ഞു, ഹേയ് അയാളെ കടത്തി വിടുമെന്ന് പറഞ്ഞു. ഇങ്ങ് വരാൻ പറഞ്ഞു. എന്താ നിങ്ങളിവിടെ ചുറ്റിത്തിരിയുന്നത്? ഇവിടെ ഒരു പണ്ഡിത സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സമയത്ത് മറ്റാൾക്കാർക്ക് പ്രവേശനമില്ല. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, ഞാനും പാണ്ഡിത്യം ഇഷ്ടപ്പെടുന്ന ആളാണ്. അല്ല, ഇവിടെ പണ്ഡിത സദസ്സാണ്. നിങ്ങൾ പണ്ഡിതനാണോ? ഏതെങ്കിലും ശാസ്ത്രം അറിയുമോ എന്ന് ചോദിച്ചു. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ ശാസ്ത്രമൊന്നും അറിയില്ല, പക്ഷേ ശരണാഗതി ശാസ്ത്രം അറിയാമെന്ന് പറഞ്ഞു. അത് ശരണാഗതി ശാസ്ത്രം രാജാവിന് ഉത്കണ്ഠയായി. അതോ, എനിക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല, പക്ഷേ അറിവുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടാൽ ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുന്നതിലൂടെ പല കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ അറിയാം എനിക്ക്. അത് എഴുത്തും വായനയും പോലും അറിയില്ല. അപ്പം ഇത്തരത്തിലുള്ള പൂർണ്ണമായി ഞാൻ സറണ്ടർ ആകാറുണ്ട്. അവിടെ അറിവും വിവേകവും ബുദ്ധിയും ഒക്കെ ഉള്ള ആൾക്കാരുടെ മുന്നിൽ ഞാൻ അങ്ങ് സറണ്ടർ ആകും, ശരണാഗതിയാകും. ആ ഒരു ശാസ്ത്രമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഓ, അപ്പോൾ പണ്ഡിതന്മാർ അത്ഭുതത്തോടെ ചോദിച്ചു, ഓ അത് ശരി, അതിലൂടെയൊക്കെ താൻ വലിയ പാണ്ഡിത്യത്തിലൊക്കെ ആയോ? ഉടനെ രാജാവ് പറഞ്ഞു, അയാൾക്ക് അവിടെ ഇരിക്കാൻ സീറ്റ് കൊടുക്കാൻ പറഞ്ഞു. പണ്ഡിതന്മാരോട് ചോദിച്ചു, നിങ്ങൾ ഇദ്ദേഹത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഓരോരുത്തരും ഇയാളോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പല പണ്ഡിതന്മാർക്കും അവരുടെ മേഖലയെ പറ്റിയുള്ളത് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന പല പണ്ഡിതന്മാരും പല പല വിഷയങ്ങളെ സംബന്ധിച്ച് അവർക്ക് അഭിരുചിയുള്ളത് ചോദിക്കുന്നതിനെല്ലാം മറുപടി ഈ സാധാരണക്കാരനെന്ന് തോന്നിക്കുന്ന മനുഷ്യൻ പറയുന്നു. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായി, ഇയാളൊരു മഹാപണ്ഡിതനാണ്. ഈ മഹാപണ്ഡിതനായത് എഴുത്തും വായനയൊന്നും പഠിച്ചിട്ടല്ല, പിന്നെന്താ, ശരണാഗതി പൂർണ്ണമായും സമർപ്പിക്കാനുള്ള, ആരെയും മുൻവിധിയോടുകൂടി കാണാതെ എല്ലാം എന്തിൽ നിന്നും ഏത് സാഹചര്യത്തിലും എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ള ഒരു മനോഭാവം വെച്ചു പുലർത്തുക. അത്തരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ എന്തായി മാറുന്നു? ശരണാഗതി ശാസ്ത്രം നിങ്ങൾ അഭ്യസിക്കാൻ തുടങ്ങും. ഓരോരോ അറിവുകളും ഓരോ ദിവസവും പുതിയ അറിവുകളാണ്. ഈ അറിവുകളാണ് നാളത്തെ നമ്മളെ നിലനിർത്തുന്നത്. അങ്ങനെ പല ഏരിയയിൽ നിന്നാകുമ്പോഴോ നിങ്ങൾക്ക് അതിൽ വലിയ രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻ ഉള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളെ ഒരു ജേണൽ, ഒരു ബുക്ക് ഉണ്ടായിരിക്കുക. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടേതായ രീതിയിൽ മനസ്സിൽ അതിനൊന്ന് വിശകലനം ചെയ്യുക. അത് ഏറ്റവും നല്ല എസൻസ് ആണ് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അതെടുത്തുനിന്ന് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുന്ന മൊഴിമുത്തുകൾ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ബുക്കിനകത്ത് നിരവധിയായ എസൻസ് കിട്ടും. ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഇതിലൂടെ ഒന്ന് കണ്ണോടിക്കുക. മനസ്സ് തളർന്നിരിക്കുന്ന സമയത്ത്, പലതിനും ഉത്തരം കിട്ടാതിരിക്കുന്ന സമയത്ത്, ഇത്തരത്തിൽ നിങ്ങൾ തയ്യാറാക്കപ്പെടുന്ന എഴുതി വെക്കുന്ന ആ ജേർണലിൽ നിന്നും ഒരുപാട് ഉത്തരങ്ങൾ, പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്തും ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്ഷനിലൂടെ നമുക്ക് എന്തായി മാറി? ഇന്നർ, ആന്തരികമായിട്ടുള്ള ഒരു അവൈക്കനിങ് ഉണ്ടാവും. സത്യത്തിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ സ്പിരിച്വൽ മാർഗങ്ങളും. ശരണാഗതി പ്രാപിക്കുക. നമ്മുടെ ഉള്ളിൽ എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം ഉണ്ട് എന്നുള്ള ധാരണയിൽ അകം വലുതാക്കുമ്പോൾ, വീർപ്പിക്കുമ്പോൾ ബലൂൺ വീർത്തിരിക്കുന്നത് പോലെയാണ്. അകത്തേക്ക് പുറമേ നിന്നും എത്തില്ല എന്നർത്ഥം.
അപ്പോൾ സറണ്ടറിങ് എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും അറിവ് കൂടി വരുന്തോറും തല കുനിയണം എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണ് ദേവാലയങ്ങളുടെയൊക്കെ വാതിലുകൾ കണ്ടിട്ടുണ്ടോ, പ്രത്യേകിച്ചും പഴയ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കുനിഞ്ഞു കയറണം അകത്തേക്ക്. ചില ബുദ്ധിമുട്ടാണ്. എന്തിനാ കുനിഞ്ഞു കയറണം? ഞാൻ ഇങ്ങോട്ട് വരുന്ന അറിവ് സമ്പാദിക്കാനാണ്. ഏത് ദേവാലയങ്ങളും അറിവ് പ്രചോദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അറിവിനായിട്ട് പോകുമ്പോൾ തല കുനിക്കണം. തല നമ്മൾ നിവർത്തി പിടിച്ചാണ് ആ ചെറിയൊരു വാതിലൂടെ കിടക്കുമ്പോഴോ തല തട്ടും, വേദന വരും. തല മുട്ടാതെ അകത്തേക്ക് കയറണമെങ്കിൽ അറിവ് കൂടുന്നതനുസരിച്ച് നല്ല സ്പിരിച്വൽ അവേക്കനിങ് ആകുമ്പം തലയുടെ ഭാരം അല്പം കൂടണം അകത്ത്. എന്നിട്ടോ കുനിഞ്ഞ് വേണം മുൻപോട്ട് പോകാൻ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ശരണാഗതിയിലൂടെ എന്തും ഏതും മറികടക്കാനുള്ള ആത്മശക്തി നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.